മധ്യപൂർവേഷ്യയിലെ സംഘർഷം കൂടുതൽ ആശങ്കാജനകമാകുന്നതിനിടെ തന്നെ ഇപ്പോൾ വ്യാപാര കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ രംഗത്ത്. മേഖലയിലും ലോകമെമ്പാടും സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കണമെന്നും ഇന്ത്യ ഇവിടെ ആവശ്യപ്പെട്ടു. മധ്യപൂർവേഷ്യൻ മേഖലയിലെ വർദ്ധിച്ചു വരുന്ന സംഘർഷ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര വ്യാപാര കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെയാണ് ഇപ്പോൾ ശക്തമായ അപലപിച്ചുകൊണ്ട് ഇന്ത്യ രംഗത്ത് വന്നിരിക്കുന്നത്. കടൽ ഗതാഗത സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഇത്തരം ആക്രമണങ്ങൾ അംഗീകരിക്കാനാവില്ല എന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ആഗോള വ്യാപാരത്തിന്റെയും ഊർജ്ജ വിതരണത്തിന്റെയും പ്രധാന പാതകളിൽ ഒന്നായ മേഖലയിലെ സുരക്ഷാ സാഹചര്യം വഷളാകുന്നത് ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ ബാധിക്കുമെന്ന ആശങ്കയാണ് ഇന്ത്യ പങ്കുവയ്ക്കുന്നത്. വ്യാപാര കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ സ്വതന്ത്രവും സുരക്ഷിതവുമായ സമുദ്ര ഗതാഗതത്തെ വെല്ലുവിളിക്കുന്നതാണ് എന്നും ഇന്ത്യ ചൂണ്ടിക്കാണിച്ചു. അതേസമയം മേഖലയിലെ എല്ലാ കക്ഷികളും സംയമനം പാലിക്കണമെന്നും പ്രശ്നരഹിതത്തിനായി തന്നെ സംഭാഷണത്തിനും നയതന്ത്ര ശ്രമങ്ങൾക്കും മുൻഗണന നൽകണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. സൈനിക ഏറ്റുമുട്ടലുകളും പ്രതികാര നടപടികളും സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുമെന്ന മുന്നറിയിപ്പാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത്. മധ്യപൂർവേഷ്യയിൽ താമസിക്കുന്നതും ജോലി ചെയ്യുന്നതും അത്തരത്തിൽ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ സുരക്ഷ ഇവിടെ ഇന്ത്യയുടെ പ്രധാന പരിഗണനകളിൽ ഒന്നാണ്. നിലവിലെ സാഹചര്യം ഇന്ത്യ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ചു വരികയാണ് എന്നും ആവശ്യമെങ്കിൽ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. ആഗോള വ്യാപാരത്തിന്റെ നിർണായക കേന്ദ്രങ്ങളായ കടൽ മാർഗങ്ങളിൽ സംഘർഷം ഉയരുന്നത് എണ്ണവിലയും ചരക്ക് ഗതാഗതത്തെയും ബാധിക്കുമെന്ന ആശങ്ക ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഉയരുകയാണ്. ഈ സാഹചര്യത്തിലാണ് സമാധാനത്തിനും സ്ഥിരതയ്ക്കുമായി തന്നെ ഇന്ത്യ വീണ്ടും ശക്തമായ ആഹ്വാനം നടത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ നിലപാട് ഇവിടെ വ്യക്തമാക്കുകയാണ്. അവിടെ വ്യാപാര കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കണം. അന്താരാഷ്ട്ര നിയമങ്ങളും സമുദ്ര സുരക്ഷാ മാനദണ്ഡങ്ങളും കർശനമായും തന്നെ പാലിക്കണം. സംഘർഷങ്ങൾക്ക് പകരം അവിടെ നയതന്ത്രപരമായ പരിഹാരങ്ങളാണ് മുന്നോട്ട് വരേണ്ടത്. മേഖലയിലും അതിനപ്പുറവും ദീർഘകാലമായ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കാൻ എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന സന്ദേശമാണ് ഇപ്പോൾ ഇന്ത്യയുടെ പ്രതികരണമായി തന്നെ പുറത്തു വന്നിരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയിലെ സ്ഥിരം പ്രതിനിധിയായ പർവതനേനി ഹരീഷാണ് ഇക്കാര്യങ്ങൾ എടുത്തു സൂചിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല, മധ്യപൂർവേഷ്യയിലെ സംഘർഷാവസ്ഥയും അതിന്റെ ആഗോള പ്രത്യാഘാതങ്ങളും ലോകം ആശങ്കയോടെ തന്നെ നിരീക്ഷിക്കുമ്പോഴാണ് ഇപ്പോഴും സമാധാനത്തിനായുള്ള ഇന്ത്യയുടെ ആഹ്വാനം ഇവിടെ കൂടുതൽ ശ്രദ്ധ നേടുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.